இந்த மாமாவுக்கு என்னடி குறை? அழகில்லையா, அறிவில்லையா, காசு இல்லையா, பின்ன ஏண்டி உனக்கு என்ன பிடிக்கல? செல்ல பயப்படாத மாமா அப்படி சொல்லல. என்னடா உன் செல்வியம்மா கிட்ட இப்படி ஒண்ணு டேய் ரமேஷ் போடா, பாத்து போ டேய் மறைமுத்து. ஒண்ணு செல்வியம்மா நீ போ பாத்து போ. டேய் பழனிச்சாமி, யாரடா அந்த மலையாளத்தான்? ഭാനുവർത്തിയേ, ഭാനുവർത്തി, നീ എന്താടാ ബാബു കാറിക്കൊണ്ട് ഇങ്ങനെ ഓടി വരുന്നേ? എന്താ കാര്യം? ഞാൻ എത്ര നേരം ഉണ്ടെന്ന് ആടെ പോയിട്ട് ബെല്ലടിക്കുന്നു, ആരെങ്കിലും തുറക്കണ്ടേ? അല്ല നിങ്ങള് ഇവിടെ എന്ത് തരിക? തേങ്ങ ഇട്ട് പോയതല്ലേ? ആവുന്നില്ല അല്ലേ? പിന്നെ നമ്മള് വിനോദിന് പറ്റിയ നല്ലൊരു 2ാം കെട്ട് കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ ചായയും കുടിക്കാണ്ട് ഇങ്ങോട്ട് ഓടി വന്നത്. നീ ആള് കൊള്ളാലടാ ബാബു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു നിന്നെ കൊണ്ടുവരാ പറഞ്ഞു, അത് 2 ദിവസത്തിൽ റെഡിയാക്കുകയും ചെയ്തു. പിന്നെ പവിളിനെ വേണ്ട വെച്ചിട്ട് 2ാം കെട്ട് ഏതെങ്കിലും നോക്ക് പറഞ്ഞാ 2 ദിവസത്തിൽ അതും റെഡിയാക്കിയാ. അല്ല ഇതിപ്പോ എടുത്തയാ? ഓ അവര് പെണ്ണുങ്ങള് നമ്മുടെ അടുത്ത് മുണ്ടൂർ തന്നെയാണെന്ന്. നമ്മുടെ ഒരു സദാശിവനല്ലേ, അല്ല നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല, ബ്രോക്കറാണ്. അവനാണ് ഇപ്പൊ ഇത് മുട്ടിച്ചു തന്നതേ. അപ്പോ പെണ്ണിന് 32 വയസ്സുണ്ട്, അത് നോക്കാൻ വേണ്ട. പിന്നെ 35-36 ആയല്ലോ. അപ്പോ ആദ്യത്തെ കല്യാണത്തിൽ എന്തോ അവര് തമ്മിൽ പ്രശ്നമായിട്ട് ഡിവോഴ്സ് ആയതാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായി. കുട്ടിയും മക്കളൊന്നും ഇല്ല കേട്ടോ. അതിന് ബാധ്യതയൊന്നുമില്ല. പെണ്ണേ ജർമ്മനിലെ നേഴ്സാണ്, ഇപ്പൊ ലീവിന് വന്നിട്ടുണ്ട്. ആദ്യം പെണ്ണ് കല്യാണം ഒന്നും വേണ്ടായിരുന്നതാ. ഇപ്പൊ വീട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോഴേ പിന്നെ സമ്മതിച്ചതാ. അതുകൊണ്ട് ഇവന്റെ വയസ്സോ ജോലിയോ കൂലിയോ ഒന്നും പ്രശ്നമില്ലെന്ന്, അവർക്ക് ഒരു ഡിമാൻഡും ഇല്ലാതെ. എന്റെ ഭാനു വെച്ചേ, ഈ കല്യാണമൊക്കെ നടന്നു കിട്ടിയാണ്ടല്ലോ, വിനോദിനെ നേരെ അവര് ജർമ്മനിലേക്ക് കൊണ്ടുപോകും. ഞങ്ങളുടെ അളിയ മോനെ പോലെ ഗൾഫല്ല, യൂറോപ്പാണ്, യൂറോപ്പ്. അയ്യോ ഈ എന്താടാ ബാബു ഈ പറയണത്? കല്യാണം കഴിഞ്ഞിട്ട് ഇവനെ ഇങ്ങോട്ട് യൂറോപ്പിൽ പോകുന്ന അതൊന്നും നടക്കുന്ന കാര്യമല്ല. നീയേ നാട്ടിലേതെങ്കിലും പെണ്ണുങ്ങളുണ്ടെങ്കിൽ നോക്ക്. അതാണെങ്കിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമല്ലോ. ഇതിപ്പോ 10-36 വയസ്സായിട്ട് ഇപ്പൊ യൂറോപ്പിൽ പോയിട്ട് നിൽക്കല്ലേ? അല്ല നിങ്ങൾ എന്ത് വർത്താനം പറയുന്നത് പാനേച്ചി? ആളെ പൊടനാക്കേനെ ഈടെ നേരം പെണ്ണ് കിട്ടാണ്ടല്ലേ അങ്ങ് തമിഴ്നാട്ടിൽ പോയിട്ടൊരു പെണ്ണ് കൊണ്ട് ഞാൻ ഒപ്പിച്ചത്. അത് നല്ല ഫസ്റ്റ് ക്ലാസ് കുട്ടിയും. അവിടേക്ക് പെണ്ണിന്റെ വീട് പോരാ, അച്ഛന് ഭംഗിയില്ല പറഞ്ഞിട്ട് അത് നിങ്ങളുടെ മരുമോളും മുടക്കിയില്ലേ? എന്നിട്ട് നിങ്ങളല്ലേ പറഞ്ഞില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു 2ാം കെട്ട് പെണ്ണ് കൊണ്ട് പോകുന്നത്? അതല്ല ഞാൻ ഇത്രയും പെട്ടെന്ന് ഇത് ഒപ്പിച്ചത്. അല്ലേ നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ഡിമാൻഡുള്ള പെണ്ണുങ്ങളും ഇവിടെ വരും നിൽക്കുന്നില്ല. നല്ല ജോലിയുള്ളവർക്ക് തന്നെ പെണ്ണ് കിട്ടുന്നില്ല. എന്നിട്ടല്ലേ 36 വയസ്സായിട്ട് ഈ മാർപ്പിന് പണിക്ക് വന്ന ചെക്കന്. ഇങ്ങനെയാണെങ്കിൽ ഈ ചെക്കന് ജന്മത്തിൽ പെണ്ണ് കിട്ടില്ല കേട്ടോ. ബാബു ഏട്ടാ, നിങ്ങളിത് മുടക്കാൻ നിൽക്കണ്ട കേട്ടോ. എൻ്റെ അമ്മേ, ഏട്ടൻ ഇത് വിട്ട് ഏതെങ്കിലും നല്ല ആലോചന വരുമോ? പോരാത്തതിന് പെണ്ണാണെങ്കിൽ ജർമ്മനിയിലെ നേഴ്സും, അവർക്കൊക്കെ എത്ര ശമ്പളം എന്നറിയോ? പിന്നെ കല്യാണം കഴിഞ്ഞാൽ കൊണ്ടുപോകാന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്ത് വേണം? എന്തായാലും ഏട്ടൻ്റെ പഠിപ്പ് വെച്ചിട്ട് നാട്ടിൽ നല്ല ജോലിയൊന്നും കിട്ടാൻ പോണില്ല അമ്മേ. പിന്നെ കെട്ടുപണി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നാണക്കേടല്ലേ? ഇതാവുമ്പോ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മകൻ യൂറോപ്പിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു അന്തസ്സല്ലേ? അതല്ല മോളെ, ഇവൻ പറഞ്ഞ പോലെ ആ ജർമ്മനിയിലെ പെണ്ണിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ അവളുടെ അടിമയായിട്ട് നിൽക്കേണ്ടി വരും. നമ്മൾ ഈ സിനിമയിലും സീരിയലൊക്കെ കാണുന്നതല്ലേ. പെണ്ണിനാണെങ്കിൽ 10-33 വയസ്സായിരിക്കണോ. നമ്മുടെ ചെക്കനൊരു പാവമല്ലേ, അപ്പൊ അവനും നല്ല ജീവിതം വേണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? ആ തമിഴ്നാടിന്റെ പെണ്ണിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവന്. പിന്നെ മോളുടെ വീട്ടുകാർക്ക് അതിന് താല്പര്യമില്ലാതെ പറഞ്ഞതുകൊണ്ട് മാത്രം അപ്പൊ അത് വേണ്ട വെച്ച തന്നെ. അപ്പൊ നല്ലൊരു പെൺകുട്ടിനെ നമുക്ക് റെഡിയാക്കി കൊടുക്കേണ്ടതേ നമ്മുടെ കൂടി ഉത്തരവാദിത്വം അല്ലേ? പിന്നെ 10-36 വയസ്സായ ആൾക്ക് 18 വയസ്സുള്ള പെൺകുട്ടിനെ കിട്ടുമോ? എന്താ അമ്മ നിങ്ങൾ ഈ പറയുന്നത്? ആ കുട്ടിക്ക് എന്താ ഒരു കുഴപ്പം? നല്ല വിദ്യാഭ്യാസം, ജോലി, പിന്നെ പൈസയും ഉണ്ട്. വേറെ ബാധ്യതയൊന്നും ഇല്ലല്ലോ അമ്മേ. 2ാം കെട്ടിൽ ഇത്രയും നല്ല കുട്ടിനെ കിട്ടുക എന്ന് പറയുന്നത് ഏട്ടന്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ബാബുട്ടാ, ആ കുട്ടി പോകുമ്പോഴേക്കും നിങ്ങളൊന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും. അത് പോയിന്റ് കേക്ക്. ആ കുട്ടിക്ക് ബുദ്ധിയുണ്ട്. എന്റെ ഭാനു വെച്ച് നിങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ നോക്കി. ഇത് വിട്ട് ആ ചക്കന് വേറെ പെണ്ണ് കിട്ടില്ലാന്ന്. മോളെ, അവള് ലീവ് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് അതിന് കല്യാണം നടത്തുന്ന അവർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ വലിയ ആർഭാട കല്യാണം ഒന്നും വേണ്ടാലോ, 2ാം കെട്ടല്ലേ, അതിൽ അമ്പലത്തിൽ വെച്ച് ആളൊന്നും വിളിക്കണ്ടാന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ 1-2 കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും 3-ാം മാസം കൊണ്ട് അച്ചക്കനെ ഒരു കൊണ്ടുപോകും. പാസ്പോർട്ടൊക്കെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടില്ലേ. പിന്നെ യൂറോപ്പിൽ മിസ് ആയത് കൊണ്ട് എന്തൊക്കെയോ നമുക്കറിയില്ല. അത് പിടി. അങ്ങനെയാണെങ്കിലേ
ഈ ഞായറാഴ്ച നമുക്ക് പെണ്ണ് കാണാൻ പോയാലോ? വേണമെങ്കിൽ അന്ന് തന്നെ ഉറപ്പിക്കുകയും ചെയ്യാന്ന്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ബാബുട്ടാ. ഞായറാഴ്ച നമുക്ക് പെണ്ണ് കാണാൻ പോവാ. ജർമ്മനിയിലൊക്കെ ആയതുകൊണ്ടേ എന്റെ അച്ഛനെയും അനിയനെയും വിളിക്കാം. പറഞ്ഞാ ചിലപ്പോ വരുമായിരിക്കും. അതെന്തായാലും നന്നായി മോളെ. അവര് കുറച്ച് പൈസക്കാരാണേ. അപ്പൊ നമ്മൾ ഒട്ടും മോശമല്ലെന്ന് കാണിക്കണ്ടേ? അങ്ങനെയാണച്ചേ നിന്റെ അനിയനോട് വീട്ടിലുള്ള വലിയ കാറിന് എടുത്തു തരാൻ പറ. നമുക്കൊരു അന്തസ്സായിക്കോട്ടെ. എന്താ ഭാനു വെച്ചേ, ഞങ്ങൾ ഇത്രയും പറയുമ്പോ നിങ്ങൾ ഈ മുഖവും കൂർപ്പിച്ചിരിക്കുന്നത്? സന്തോഷമുള്ള കാര്യല്ലേ, ഒന്ന് ചിരിക്കി. ഓ, എന്ത് സന്തോഷിക്കാൻ. എന്റെ മോനെ ചെറുപ്പം തൊട്ട് തുടങ്ങിയതാ ബാബു ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ. അവൻ എന്നേവരായിട്ട് അവന് വേണ്ടി ജീവിച്ചിട്ടില്ല. കുടുംബം പറഞ്ഞിട്ട് ഇത്രയും വയസ്സായില്ലേ പാവത്തിന്. അവന്റെ ഒരു കല്യാണ കാര്യത്തിനടക്കം സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല പറഞ്ഞാലേ എനിക്ക് നല്ല സങ്കടം ഉണ്ടടാ. അവന് പെറ്റമ്മയല്ലേ ഞാന്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്റെ ഭർത്താവ് ഈ വീട്ടിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാ? അപ്പൊ ഗൾഫിൽ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ? അല്ലെങ്കിൽ അമ്മയ്ക്ക് മൂത്തമാനോടാണല്ലോ സ്നേഹം. എന്റെ മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. 2 മക്കളും എനിക്ക് ഒരേപോലെ തന്നെയാ. നമ്മുടെ അപ്പൂനെ പഠിപ്പിക്കാൻ വേണ്ടിട്ടേ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓ മതി മതി മതി. നിങ്ങൾ ഈ അമ്മായിമ്മയും മരുമകളും കൂടി ഈ കാര്യം പറഞ്ഞ തർക്കിയൊക്കെ നിൽക്കണ്ട. പഴയതല്ല, അത് കഴിഞ്ഞില്ലേ, അത് വിടി. ഇനിയിപ്പൊ ആകാൻ പോകുന്ന കാര്യം നോക്കാലോ. എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടും പറ്റിക്കാത്ത ആൾക്കാർക്ക് നല്ല ജീവിതം കിട്ടുള്ളൂ, അത് ഉറപ്പാണ്. അല്ല, അവൻ എപ്പോഴാ പണി കഴിഞ്ഞ് വരിക? അങ്ങനെയാണെങ്കിൽ അവനോടും ചോദിച്ചിട്ടേ ഈ ഞായറാഴ്ച നമുക്ക് പെണ്ണ് കാണാൻ പോകുന്ന കാര്യം തീരുമാനിക്കായിരുന്നു. അവൻ പണിക്ക് പോയിട്ടില്ല ബാബോ. പുലർച്ചയ്ക്ക് എണിച്ച് ബൈക്ക് എടുത്തിട്ട് എവിടെയോ പോയതാ. ചോദിച്ചിട്ടാണെങ്കിൽ ചക്കൻ ഒന്നും പറഞ്ഞൂല്ല. അവൻ എങ്ങോട്ടാ ഈ പോയത്? ഈ തമിഴ്നാട്ടിലേക്ക് പോയോ? അതായിരിക്കില്ല. അത് നിങ്ങൾ വിളിച്ചു നോക്കില്ലേ? അമ്മ 2-3 പ്രാവശ്യം വിളിച്ചു നോക്കിയതാ. പക്ഷെ ഏട്ടൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ല ബാബുട്ടാ, നിങ്ങൾ ആ പെണ്ണിന്റെ നമ്പർ ഒന്നും കൊടുത്തില്ലല്ലോ അല്ലെ ഏട്ടന്റെ കയ്യില്? അതിന് പെണ്ണിന് ഫോണൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താണ് നമ്പർ എടുത്തു കൊടുക്കാൻ? അല്ല, അവനിന്ന് രാത്രി വീട്ടിൽ വന്നിട്ടേ അന്ന് പെണ്ണ് കാണാൻ പോകുമ്പോ അവളുടെ ഏതൊരു രമേശനില്ലേ, ആ ചക്കനെ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രമേശന്റെയോ? അവന്റെ നമ്പർ എന്തിനാ ഏട്ടന്? എന്റെ ബാബുട്ടാ, നിങ്ങൾ എന്തിനാ അവന്റെ കൊടുക്കാൻ പോയത്? അതല്ല മോളെ, ആ പെണ്ണിപ്പോ ഇവന് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണല്ലോ. ഇതിപ്പോ ഇനി അവളോട് കാത്തിരിക്കണ്ടെന്ന് പറയാൻ വേണ്ടിട്ടേ അവന്റെ നമ്പർ മേടിച്ചിട്ട് നേരിട്ട് വിളിച്ച് പറയാനാണെന്ന്. അല്ല, ഇനി നമ്മുടെ വിനോദൻ പണി പറ്റിക്കോ? സെൽവി, നിനക്ക് സുഖമാണോ? சௌக்கியந்தா. ரமேஷ் என்கிட்ட சொன்னா நீங்க என்ன பாக்குறதுக்கு திரும்பி வரமாட்டான்னு. സെൽവി, ഞാൻ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്, അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലായാലും. പിന്നെ ഞാൻ അന്ന് പോകുമ്പോൾ എനിക്ക് വാക്ക് തന്നിട്ടല്ലേ പോയത്. പക്ഷേ എനിക്കൊരു മനസ്സമ്മതമില്ല. ഞാൻ വീണ്ടും കാണാൻ വരാതിരുന്ന് വേറൊന്നുമല്ല, നിന്നെയും കൂട്ടി അങ്ങോട്ട് വന്നിട്ട് വീണ്ടും അവിടെ അത് നിനക്കൊരു ബുദ്ധിമുട്ടാണ്ടാവണ്ട. പക്ഷെ അന്ന് ബാബോട്ടൻ പറഞ്ഞു നീ എന്നെ ഇവിടെ കാത്തുനിന്ന് പറഞ്ഞപ്പോഴേ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അത് ഞാൻ നിന്നെ കാണാൻ വേണ്ടി. എൻ്റെ ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നേ അതാനാ. അത് തന്നെ വിട്ടുകൊടുക്കാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ സെൽവി, നമ്മൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നെങ്കിലും നീ തന്നോട് വല്ലാത്ത അടുപ്പുള്ളൂ. പക്ഷെ എൻ്റെ വീട്ടുകാരെ എതിർത്തിട്ട് തന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുപോയാൽ പിന്നീട് അത് തനിക്കൊരു പ്രശ്നമോ പറഞ്ഞിട്ടാ. താൻ ഇത്രയും കാലം ഇവിടെ മനസ്സമാധാനമായിട്ട് ഇരുന്നിട്ടില്ല. ഇപ്പോൾ കല്യാണത്തിന് ശേഷം അത് വേണ്ടോ? തനിക്ക് എൻ്റെ കയ്യിൽ നല്ലൊരു ചെക്കനെ കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. താൻ അത്രയ്ക്ക് നല്ല കുട്ടിയാടും. പിന്നെ അന്നും വന്നിട്ട് ഒരു പെൺകുട്ടിനെ മോഹിപ്പിച്ചിട്ട് പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ചതി വേറൊന്നും ഇല്ലല്ലോ. തന്നെ ഫോൺ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ തനിക്ക് ഫോണും ഇല്ല. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞൊരു സോറി ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഇനി എനിക്ക് ഇവിടെ നിന്നാൽ ഞാൻ പോട്ടെ. அன்னைக்கு நீங்க பொண்ணு பார்க்க வந்தது மாமாவுக்கு எப்படியோ தெரிஞ்சிடுச்சு. அவரா அன்னைக்கு வீட்டுல வந்து அப்பா கிட்ட ரொம்ப பிரச்சனையாயி அடுத்த வாரம்
அவ கூட என் கல்யாணம் சொல்லி நாடு முழுசா பேசிக்கிட்டே நடக்குது. അടുത്ത ആഴ്ച കല്യാണോ? അവന്റെ കൂടെയോ? ஆமா, அப்படிதான் அந்த ஆள் சொல்றேன். இப்ப கூட 3 ஆளுங்க எங்க வீட்டுல சுத்தி இருக்கு. ரமேஷ் சொல்ல வந்துட்டா நீங்க இங்க இருக்குன்னு. அவங்க கண்ணு படாம நான் எப்படியோ தப்பிச்சு ഓടി വന്നാ. ഈ അവസ്ഥയിൽ നിന്നെ ഇട്ടിട്ട് പോയാ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? സെൽവി, നിനക്ക് എന്നെ ആ കൂടെ കുറച്ച് നേരെ പരിചയമുള്ളൂ. പക്ഷെ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ മോമല്ല ആര് വന്നാലും അവരെ എതിർത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകും. നിനക്ക് ഇപ്പം എൻ്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ? താൻ പേടിക്കൊന്നും വേണ്ട. എന്നാലും ഇവിടുത്തെ അത്ര പ്രശ്നമൊന്നും വീട്ടിലുണ്ടായില്ല. അവരെന്തായാലും കുറച്ച് ദിവസം അങ്ങനെ അവരെടിയാവും. പക്ഷെ താനിപ്പോൾ ഇവിടെ നിന്നാ പിന്നെ തൻ്റെ ജീവിതം ഇല്ലാണ്ടാവുക. ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ജീവിതകാലം മുഴുവൻ. നീ ഇപ്പം എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. സെൽവി, തനിക്ക് അപ്പാനോടൊന്ന് യാത്ര പറയണം. താനൊരു കാര്യം ചെയ്. അവന്മാർക്ക് ഡൗട്ട് വന്നുമ്പോഴേക്കും വേഗം വീട്ടിൽ പോയിട്ട് അച്ഛനോട് യാത്ര വെച്ചിട്ട് അന്ന് നമ്മൾ സംസാരിച്ചില്ലേ ആ തെങ്ങ് തോപ്പിലേക്ക് വാ. மாமாவுக்கு இப்படியாச்சும் தெரிஞ்சிருச்சுன்னா? മാമ അല്ല മച്ചാൻ വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ തന്നെ താലി കെട്ടാണ്ട് കൊണ്ടുപോയാ അത് ചിലപ്പോൾ പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യാ, ഇവിടുത്തെ ഏതെങ്കിലും അമ്പലത്തിനെ താലി കെട്ടങ്ങ് പോവാ. ബാക്കിയൊക്കെ വരുന്നോണ്ട് നോക്കാം. சரி, நான் சீக்கிரம் அப்பா கிட்ட சொல்லிட்டு வந்துடுறேன். വേഗം പോയിട്ട് വാ. രമേശ്, നീ എവിടെയുള്ളേ? സെല്ലി വീട്ടിലെയോ? അങ്ങനെ എന്താ ആൾക്കാർ എടുക്കടാ. നീ ഒരു കാര്യം ചെയ്യുമോ? അവരെങ്ങനെയും അവിടെ നിന്ന് മാറ്റുമോ? അടുത്ത് കള്ള് ഷാപ്പ് എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകും. രമേശ്, ഞാൻ സെൽവിനെ കൊണ്ടുപോകാൻ പോണേ. അതെനിക്ക് പ്രശ്നമില്ലടാ. പക്ഷെ തന്നെ എന്തെങ്കിലും ചെയ്യുക വേണ്ട. താൻ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി വെക്കോ? ഓക്കേടാ, മാമൻ വരട്ടെ, നോക്കാം. ശരി.